മദ്രസ പഠനം എന്നൊക്കെ പറയുന്നത് അത് പിന്നെ അതിന് കൊടുക്കുന്ന ഈ എയ്ഡുണ്ടല്ലോ, ഗവൺമെൻറ് കൊടുക്കുന്ന കാശ്, അത് തീർച്ചയായിട്ടും ഒരു മതേതര രാജ്യമായ ഇന്ത്യയിൽ ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്തതാണ്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ഈ മദ്രസയിലൊക്കെ പഠിച്ച് ഇങ്ങനെ തീവ്രവാദികളായിട്ട് മാറിയ ആളുകളാണ്. ഞാനും നീതി കൊടുക്കുന്ന ആളാണ്. എൻ്റെ കാശും കൊണ്ട് മതം പഠിച്ചിട്ട് വന്നിട്ട് എൻ്റെ കാലും കൈയും വിട്ടത് ആരാണ്? എൻ്റെ കാശും കൊണ്ടും അധ്യാപകർക്കും മദ്രസ അധ്യാപകർക്ക് പിന്നെ ഫീസ് കൊടുത്തിട്ട് അത് പഠിച്ച് തീവ്രവാദികളായിട്ട് വന്നിട്ടാണ് എൻ്റെ പൊന്നാര ജോസഫേ, നിന്നെപ്പോലുള്ള നാലാംകിട ഷൂ നക്കികൾ ഗട്ടക്കട്ടക്ക വന്ന് പറയുന്ന ഒരു ഡയലോഗാണ്. മദ്രസ അധ്യാപകന്മാർക്ക് ശമ്പളം കിട്ടുന്നത് ഗവൺമെൻറ്റിൽ നിന്നാണ്. ഗവൺമെൻറ്റാണ് മദ്രസ അധ്യാപകന്മാരെ തീറ്റിപ്പോറ്റുന്നത്. അതൊക്കെ അത് നിന്നെപ്പോലുള്ള നാറുകളുടെ നാറവായി വെച്ചുകൊണ്ട് പറഞ്ഞാൽ പോരാ, തെളിവ് സഹിതം പറയണം, തെളിയിക്കണം. ഇപ്പോൾ ഭരിക്കുന്നത് പിണറായി വിജയൻ ഗവൺമെൻറ് അല്ലേ? പിണറായി വിജയൻ്റെ വായു കൊണ്ടെന്നെ ഒന്ന് പറയിക്കി, എങ്കിൽ ഞങ്ങൾ സമ്മതിച്ചു തരാം. മനസ്സിലായ? എടാ പൊന്നാരെ ത്രിസംഗി ജോസഫേ, നീ വലിയ പുണ്യവാളനാകുമെന്നും വേണ്ട. മനസ്സിലായ? നീ എന്താണെന്നും നിൻ്റെ കയ്യിലിരിപ്പ് എന്താണെന്നും നിൻ്റെ കൈമുതൽ എന്താണെന്നൊക്കെ കേരളത്തിലെ ഒട്ടുമുത്ത ജനങ്ങൾക്കും അറിയാം. എടാ, നീ ഒന്നാം തരം വർഗീയവാദിയാണെന്നും ഒന്നാം തരം ക്രിസംഖ്യയാണെന്നും ഒന്നാം തരം ഷൂ നക്കിയാണെന്നും നിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു കേരളത്തിലൊരു വർഗീയ കലാപം ഉണ്ടാക്കലും കുത്തിത്തിരിപ്പുണ്ടാക്കലും കുനിഷ്ഠ പറയലാണെന്നൊക്കെ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാടാ ജോസഫേ. നീ വലിയ പുണ്യവാളനാകാണ്ട നിൽക്കണ്ട. മനസ്സിലായോ ജോസഫേ? എടാ, നിൻ്റെ ശല്യം സഹിക്കാൻ പറ്റാണ്ടല്ല നിൻ്റെ വീട്ടിൽ നിന്ന് നിൻ്റെ അമ്മ നിന്നെ അടിച്ച് പുറത്താക്കിയത്. എടാ, നിൻ്റെ കയ്യിലിരിപ്പുകാരനല്ലേ? സ്കൂൾ എന്ന ഒരു മേഷ അധ്യാപകനല്ല നിന്നെ ചവിട്ടി സ്കൂളിൽ നിന്ന് പുറത്താക്കിയത് നിൻ്റെ കയ്യിലിരിപ്പുകാരനല്ലേ? എടാ, നിൻ്റെ ഭാര്യ സൂസൈഡ് ചെയ്തതല്ലേ? അപ്പോൾ അവൻ പിടിച്ച സ്ത്രീ സൂസൈഡ് ചെയ്തതാണോ അതോ നീ കൊന്നതാണോ എന്ന് പഠിച്ച റബ്ബിന് മാത്രം അറിയാം. അവൻ വലിയ ഉത്തമനാകാൻ വന്നിരിക്കണം. എടാ, നീ ക്രിസംഖ്യയല്ലേ? ക്രിസംഖ്യ ആണെങ്കിൽ നിൻ്റെ മതത്തിൽ തന്നെ കന്യാസ്ത്രീകളെ ഇടയ്ക്കിടയ്ക്ക് കിണറ്റിൽ മരണപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിക്കുക. അതെങ്ങനെയാണ് മരണപ്പെടുന്നതെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുക. എന്നിട്ട് നീ മദ്രസ അധ്യാപകന്മാരുടെ ശമ്പളത്തിനെ കുറിച്ച് തിരക്കാൻ പാ. മദ്രസ അധ്യാപകന്മാർക്ക് ഗവൺമെൻറ്റിനാണോ ശമ്പളം കിട്ടുന്നത് അതോ മുസ്ലിം ജനങ്ങൾ പിരിവിട്ടിട്ടാണോ അധ്യാപകന്മാർക്ക് ശമ്പളം കൊടുക്കണമെന്നൊക്കെ അന്വേഷിക്കാൻ പാ. പോടാ തരത്തിന് പോയി കളിയടാ. അവ ഉണ്ടാക്കാൻ വന്നിരിക്കണം ഒരു പുണ്യവാളൻ. എടാ മന്നമ്മ, രാവിലെ ആയി പോയി. അല്ല പിന്നെ അണ്ണാക്ക് ചേർത്തൊന്നും കൊടുക്കണ്ടായിരുന്നു. ഇപ്പം മൂഡ് ശരിയല്ല എനിക്ക്.